ഈ പ്രപഞ്ചത്തിന് പ്രത്യേകമായ ഒരു ക്രമമുണ്ട്. ഒരു ചിട്ടയായ രൂപത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള സൂര്യനാവട്ടെ, ചന്ദ്രനാവട്ടെ, വ്യത്യസ്ത ഗ്രഹങ്ങളാവട്ടെ, ഗോളങ്ങളാവട്ടെ, എല്ലാം കൃത്യമായ ഒരു പാറ്റേൺ അനുസരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിനും കൃത്യമായ ഒരു ക്രമമുണ്ട്. ഭൗതികമായി നോക്കുകയാണെങ്കിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, സ്കൂളിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥി അവന് രാവിലെ എത്താൻ ഒരു നിശ്ചിത സമയമുണ്ട്. രാവിലെ 8 o'clock എത്തണമെന്നുണ്ടെങ്കിൽ ആ സമയമാണ് അവൻ്റെ അവിടെ എത്തേണ്ട സമയം. അവിടെ നിന്ന് മുതൽ തിരിച്ച് ഓരോ പീരീഡുകൾ കഴിഞ്ഞ് അവന് ലഞ്ച് ബ്രേക്ക് ഉണ്ട്. വൈകിട്ട് 4 മണിക്ക് അവൻ്റെ സ്കൂൾ അവസാനിക്കുമെങ്കിൽ ഈ ഒരു കൃത്യമായ പാറ്റേൺ അനുസരിച്ചാണ് ആ വിദ്യാർത്ഥിയും പോകുന്നത്. അതിലും ഒരു ചിട്ട കാണാൻ കഴിയും. സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ യൂണിഫോം ധരിച്ചാണ് പോകാറുള്ളത്. അതിലും ഒരു കൃത്യമായ പാറ്റേൺ കാണാൻ കഴിയും. ഇങ്ങനെ തുടങ്ങി ഓരോ സ്ഥലത്തും ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ക്രമം നമുക്ക് കാണാൻ കഴിയും. ഒരു ട്രാഫിക് സിഗ്നലിൽ പോയി കഴിഞ്ഞാൽ ആദ്യം പോകേണ്ടവർ ആദ്യം പോകും, പിന്നെ തൊട്ടടുത്ത്, പിന്നെ അടുത്തത്, ഇങ്ങനെ ഒരു ഓർഡർ അനുസരിച്ചാണ് ഭൗതികമായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് അവന്റെ ആത്മീയമായ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനും ഒരു ഓർഡർ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്തിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ക്രമം എന്നത് അത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന കൃത്യമായ ആദർശം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ ക്രമത്തിന് വിരുദ്ധമായി നമ്മൾ എന്ത് ചെയ്താലും അത് അക്രമമായി മാറും, അത് വലിയ അപരാധമായി മാറും. അതിന് പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കപ്പെടുന്ന പല പാപങ്ങളായും അത് കണക്കാക്കി ആ പാപത്തിന് തക്കതായ ശിക്ഷയും നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായി നമുക്കുള്ള ക്രമത്തെ പോലെ തന്നെ ആത്മീയമായി നമ്മുടെ ആഖിറത്തിനെ ആലോചിച്ചുകൊണ്ടും നമുക്ക് കൃത്യമായൊരു ഓർഡർ ഉണ്ടാവുക എന്നത് നിർബന്ധമായ കാര്യമാണ്. എന്നാൽ പല വിഷയങ്ങളിലും മനുഷ്യൻ അവന്റെ ഇഷ്ടപ്രകാരം പോയിക്കൊണ്ട് അവന്റെ താല്പര്യം എന്താണോ, അവന്റെ ആഗ്രഹം എന്താണോ, അവനുള്ള ആസ്വാദനം എന്താണോ അതിന് പിറകെ പോയിക്കൊണ്ട് ഈ ക്രമത്തെ തെറ്റിക്കുന്ന, അള്ളാഹുവിന്റെ നിയമങ്ങൾ വിരുദ്ധമായ ചില കാര്യങ്ങൾ ചെയ്യാൻ അവൻ ശ്രമിക്കുന്ന ചില കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ വിഷയങ്ങൾക്കും ഒരു അതിര് വേണം, ഒരു ബൗണ്ടറി വേണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മതത്തിൽ വിശ്വസിക്കുന്നവരും മതത്തിൽ വിശ്വസിക്കാതെ നിരീശ്വരവാദികളായ ആളുകളും ഒക്കെ ഈ ബൗണ്ടറി എല്ലാ കാര്യങ്ങൾക്കും വേണം. അതിനപ്പുറം ആ ലിമിറ്റ് ബ്രേക്ക് ചെയ്യാൻ ആരും അനുവാദം കൊടുക്കാറില്ല. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ലിമിറ്റ് എന്നത്, ഈ വര എന്നത് അത് പരിശുദ്ധ ഖുർആനാണ്, തിരുസുന്നത്താണ്. ഇതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതിനപ്പുറം ചിന്തിക്കാനോ അതിൽ താഴെ ചിന്തിക്കാനോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവാദമില്ല. എവിടെയാണോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞ് നമ്മെ പഠിപ്പിച്ച, പൂർണ്ണമായും പൂർത്തിയാക്കി തന്ന ഈ മതമാണ് എന്ന് പഠിപ്പിച്ചു തന്ന ഈ ദീനിന്റെ നിയമങ്ങൾ എവിടെയാണോ അവിടെ നിൽക്കുക, അതിൽ ആസ്വാദനം കണ്ടെത്തുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ കാര്യം. എന്നാൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം മാത്രം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ലഹരി അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കുറെ ആസ്വാദനങ്ങൾ പകരുന്ന ഒരു കാര്യമായിരിക്കെ, ആ ആസ്വാദനങ്ങൾക്ക് പിറകെ പോകുന്ന എത്രയോ അധികം ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏറിയും കുറഞ്ഞും വളരെ ഈ ബൗണ്ടറി എല്ലാം ഭേദിച്ചുകൊണ്ട് പോകുന്ന ആളുകളെയും കാണാൻ കഴിയും. ആ ബൗണ്ടറിക്ക് താഴെയാണെന്ന് പറഞ്ഞ് അത് വീണ്ടും കൊണ്ട് ഉപയോഗിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ജൂൺ 26 ഈ ലഹരിക്കെതിരെയുള്ള അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്ന് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഈ ലഹരിക്കെതിരെയുള്ള ഒരു ചില പ്ലാനുകളെല്ലാം ഉണ്ടാക്കി ആ ലഹരി എന്ന ഒരു ട്രാപ്പിൽ പെടാതിരിക്കാനുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലഹരി എന്ന അല്ലെങ്കിൽ ഡ്രഗ്സ് എന്ന ഒരൊറ്റ ഉദാഹരണം മാത്രം എടുത്താൽ അവന്റെ ജീവിതത്തിന്റെ ക്രമം എവിടെയാണ്, അത് അക്രമമായി മാറുന്നത് എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. ചില ആളുകളൊക്കെ ഈ പറയപ്പെടുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന അതിന് പറയുന്ന പല ന്യായങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. കൂട്ടുകാരെല്ലാം കൂടെ കൂടുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ആസ്വാദനത്തിന് വേണ്ടി വല്ലപ്പോഴൊക്കെയല്ലേ ഉള്ളൂ, ഒക്കേഷണൽ ഡ്രിങ്കിങ് ആണ്, ഒരു സോഷ്യൽ ഡ്രിങ്കിങ് എന്നൊക്കെ പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കാത്ത രൂപത്തിൽ എല്ലാവരുടെയും കൂടെ കൂടുമ്പോൾ ഒരു എൻജോയ്മെന്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്ന് ന്യായം പറയുന്നത് കാണാൻ സാധിക്കും. മറ്റു ചില ആളുകളൊക്കെ ഒരു ടൂറൊക്കെ പോകുമ്പോൾ, ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു എൻജോയ്മെന്റ് ആയിക്കൊണ്ട് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന, ആ യാത്രയിൽ മാത്രം, യാത്ര കഴിഞ്ഞ് തിരിച്ച് വീടെത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കില്ല എന്ന് പറയുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. വേറെ ചില ആളുകൾ പറയുന്ന ന്യായീകരണം, അത് കുറഞ്ഞ അളവിലല്ലേ, ചെറിയ രൂപത്തിൽ എപ്പോഴെങ്കിലും കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ,
എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ മത്ത് പിടിപ്പിക്കുന്ന അവന്റെ മനസ്സിനെ മാറ്റിയെടുക്കുന്ന ഒരു അളവുണ്ടല്ലോ, ആ അളവിലേക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ലല്ലോ, കുറച്ചല്ലേ എന്നൊക്കെ പറയുന്ന ന്യായീകരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. വേറെ ചിലര് ഞാൻ രഹസ്യമായി എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഞാൻ ആരും കാണാത്ത ഒരു സ്ഥലത്തോ പോയി മാറിയിരുന്നു കൊണ്ട് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, പബ്ലിക്കായിട്ട് എല്ലാവരും കാണുമ്പോൾ ഉപയോഗിച്ചാലല്ലേ പ്രശ്നമുള്ളൂ എന്ന് പറയുന്ന ന്യായീകരിക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കും. ചില ആളുകളൊക്കെ ആഘോഷവേളകളിൽ മാത്രം അല്ലെങ്കിൽ സെലിബ്രേഷൻ കൾച്ചറിൽ മാത്രം ഉപയോഗിക്കുക, എന്നാൽ അല്ലാത്ത സമയത്തൊന്നും ഇല്ല. എന്തെങ്കിലും ഒരു സെലിബ്രേഷന് വേണ്ട ഒരു ഒക്കേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണം വരുമ്പോൾ എന്തെങ്കിലും ഒരു ആഘോഷത്തിന്റെ സമയം വരുമ്പോൾ അപ്പോൾ മാത്രം ഉപയോഗിക്കുക, അതല്ലാത്ത സമയത്ത് ഉപയോഗിക്കാത്ത ഒരവസ്ഥ കാണാൻ കഴിയും. ഇങ്ങനെ 100,000 ന്യായീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വിഷയത്തിൽ. എന്നാൽ ഇവിടെ ഇത് എപ്പോഴാണ് ആ വരയ്ക്കപ്പെടുന്ന വരയുടെ അപ്പുറം മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള സകല കാര്യങ്ങളും, അത് അന്ത്യനാൾ വരെയുള്ള ലോകാവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള നിയമങ്ങൾ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട മതമാണ് ദീനുൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, പ്രവാചകരെ താങ്കളോട് അവർ ചോദിക്കും, കള്ളിനെ പറ്റിയും ഖംറിനെ പറ്റിയും മൈസർ അഥവാ ചൂതാട്ടത്തെ പറ്റിയും താങ്കളോട് ചോദിക്കപ്പെടും. അപ്പോൾ താങ്കൾ അവരോട് പറയുക, ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ, അതിൽ ഒരുപാടധികം തിന്മകൾ അവർക്കുണ്ട് എന്ന കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. ഖംർ എന്നാണ് ഖുർആൻ മദ്യത്തിനോട് ഉപയോഗിച്ചിട്ടുള്ളത്. ഖംർ എന്ന വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ മൂടുക അല്ലെങ്കിൽ മറയ്ക്കുക എന്നതാണ്. ഒരു വ്യക്തിയുടെ ബുദ്ധിയെ തന്നെ പൂർണ്ണമായും മറയ്ക്കുന്ന ഒന്നാണ് മദ്യം എന്ന് പറയുന്നത്. മദ്യം അഥവാ ഏത് ലഹരി വസ്തുക്കളാണെങ്കിലും അവന്റെ ബുദ്ധിയെ അവനല്ലാതാക്കി മാറ്റുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാൻ കഴിയും. നമ്മളെല്ലാവരും കേൾക്കുന്ന വാർത്തകൾ അത് ഞെട്ടിക്കുന്നതാണ്. ഈ ഇടയ്ക്ക് ഒരു സുഹൃത്ത്, അവൻ ലഹരി ഉപയോഗിച്ചിരുന്ന അതിന് അഡിക്റ്റ് ആയ ഒരു വ്യക്തിയായിരുന്നു. ആ അഡിക്ഷനിൽ നിന്ന് അവൻ തിരിച്ചു മടങ്ങി എനിക്കിത് വേണ്ട എന്ന് തീരുമാനിക്കുകയും അങ്ങനെ അതിൽ നിന്ന് മാറി വന്ന് ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു ഈ ഇടയ്ക്ക്. അവന്റെ വയസ്സ് 16 ആണ്. 16 ഇയർ ഓൾഡ് ആയ ഒരു ആൺകുട്ടി. അവൻ 10ാം ക്ലാസ്സിന് മുമ്പ് തന്നെ, 9ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ലഹരി വസ്തുക്കൾ അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം ചെറുതായിരുന്നു, പിന്നീട് വലുതായി ഏറ്റവും ഒടുവിൽ സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിച്ച് അതിന് അഡിക്റ്റായി മാറിയൊരവസ്ഥ. അങ്ങനെ അത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്ന സമയത്ത് അവനെ പോലീസ് പിടികൂടുകയും അവനെ ജയിലിൽ കൊണ്ടുപോയി അടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ജയിലിൽ അടച്ച സമയത്തും അവനിത് എങ്ങനെയും കിട്ടണം, അത്രത്തോളം അഡിക്റ്റ് ആയ ഒരു വ്യക്തി. വെറും 15 വയസ്സാണെന്ന് ആലോചിക്കണം. ആ ജയിലിൽ പോലും അവനിത് കിട്ടാതായപ്പോൾ അവിടെയുള്ള ടൈൽസ് ഒക്കെ കുത്തിപ്പൊട്ടിച്ച് കയ്യിൽ ചോരയാക്കി ആ ചോര മണക്കുന്നൊരവസ്ഥ അവൻ പലപ്പോഴും പറഞ്ഞൊരു അനുഭവം കേട്ടിരുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മനുഷ്യനല്ലാതാവുന്ന അവസ്ഥ. ഇതെങ്ങനെയെങ്കിലും കിട്ടണമെന്ന് മാത്രമുള്ള ഒരു ചിന്ത മനുഷ്യന്റെ മനസ്സിലേക്ക് വരികയാണ്. ഇന്നത്തെ കാലത്ത് ചെറിയ മക്കൾ പോലും, പല ന്യൂസുകളും കേൾക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, UP ക്ലാസ്സുകളിൽ പഠിക്കുന്ന 10th പ്ലസ് 10 വയസ്സും 12 വയസ്സും ഒക്കെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പോലും ഇത്തരം ഡ്രഗ്സിന്റെ ഒക്കെ ക്യാരിയറായി പോലും കാണപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്കൊക്കെ വലിയ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. ഇന്നലെ വായിച്ചൊരു വാർത്ത, നമ്മുടെ മംഗലാപുരത്തുള്ള ഒരു സീനിയർ സിവിൽ ജഡ്ജ് പറയാണ്, ഇവിടെയുള്ള മംഗളൂരുള്ള ജയിലുകളിലൊക്കെ 65% അവിടെയുള്ള എല്ലാ കേസുകളും നോക്കുമ്പോൾ അതെല്ലാം ഡ്രഗ്സുമായി റിലേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്ന് അവർ പറയാണ്. ഇന്നലത്തെ വാർത്തയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ചുറ്റും ഇത്തരത്തിലുള്ള എല്ലാ കെണികളും നമ്മുടെ സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളോ നമ്മുടെ മക്കളോ അത്തരം വിഷയങ്ങളിൽ നമ്മുടെ കുടുംബമോ നമ്മളുമായി ബന്ധപ്പെട്ട ആരും അതിൽ പോകാൻ പാടില്ല. അതിന് ചില ജാഗ്രതകൾ മുസ്ലിം സമുദായത്തിന് അത്യാവശ്യമാണെന്ന കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കുള്ള മാതൃക അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമുദായത്തിലേക്ക് വരുന്ന 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടെയുള്ള ചിത്രം എന്നത് ജാഹിലിയത്തായിരുന്നു, അജ്ഞതയായിരുന്നു, വിവരമില്ലായ്മയായിരുന്നു. അവിടെ എല്ലാ നിലയ്ക്കുള്ള ലഹരി വസ്തുക്കളും അവിടെ അവൈലബിൾ ആയിരുന്നു, സുലഭമായി എല്ലാവർക്കും കിട്ടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അത് നിയമവിധേയമായിരുന്നു. ആർക്കും അതിലൊരു ധാർമ്മിക പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഒരു പ്രശ്നവും ഇത് ഉപയോഗിക്കുന്നതിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. അന്നത്തെ സ്വഹാബിമാരാകുന്നതിന് മുമ്പ് അവിടെ സ്വഹാബിമാർക്ക് വരെ അതൊരു പ്രശ്നമായിരുന്നില്ല. കാരണം അത്രമേൽ കോമൺ ആയിരുന്നു അവിടെ ഇത്തരം ലഹരി വസ്തുക്കൾ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലഹരി വസ്തുക്കളെ നിരോധിക്കുന്നതിൽ, ഇത് ഹറാമാക്കുന്നതിൽ സ്വീകരിച്ചൊരു ചിട്ട നമുക്ക് കാണാൻ സാധിക്കും. നേരെ വന്ന് നിങ്ങൾക്ക് ഇന്നു മുതൽ മദ്യം ഹറാമാണ് എന്ന് പറയുകയല്ല ചെയ്തത്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം സ്വഹാബിമാർക്കെല്ലാം അല്ലെങ്കിൽ അവിടെയുള്ള മക്കയിലെ ജനങ്ങൾക്കെല്ലാം ജാഹിലിയത്തിൽ നിന്നും ഈ വെളിച്ചത്തിലേക്ക് വരാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. പരലോകം എന്നൊരു ലോകമുണ്ട്. മരണശേഷം നമുക്കൊരു ലോകം വരാനുണ്ട്. നമ്മെ സൃഷ്ടിച്ച റബ്ബ് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നാളെ അവലോകനം ചെയ്ത് വിചാരണ ചെയ്ത് അതിനുശേഷം ഒരു സ്വർഗമോ അല്ലെങ്കിൽ നരകമോ നമുക്ക് വിധിക്കാനുണ്ട്.
ആ പരലോക ബോധത്തെ അവരുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. ആ ബോധം അവർക്കുണ്ടായപ്പോ അത്രമേൽ ദൃഢമായ ഒരു വിശ്വാസം അവരുടെ മനസ്സിലുണ്ടായപ്പോൾ ഘട്ടം ഘട്ടമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മദ്യത്തെ അവർക്ക് നിരോധിച്ചു കൊടുക്കുന്നത്. ആദ്യമായിട്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ നമുക്ക് ആയത് കാണാൻ സാധിക്കും. ഈ മദ്യത്തിൽ അവർ ഉപയോഗിക്കുന്ന മദ്യത്തിൽ ഒരുപാട് ഏറ്റവും വലിയ തെറ്റാണ് അത് എന്ന് ഈ ആയത്തിൽ കാണാൻ അതിൽ ഒരുപാട് കുറ്റങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ കുറച്ച് പ്രയോജനങ്ങൾ അതിലുണ്ട്. ആ പ്രയോജനം ചിലപ്പോൾ ഒരുപക്ഷെ അത് ഉപയോഗിക്കുന്ന കൈമാറ്റം ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭമായിരിക്കാം. പക്ഷെ ആ പ്രയോജനം എന്നത് ഖുർആൻ തന്നെ കാണാൻ സാധിക്കും. ആ പ്രയോജനം, ആ യൂസ് എന്നത് അതിന്റെ തിന്മകളെ ആലോചിക്കുമ്പോൾ വളരെ കുറച്ചാണ്. അതിന്റെ തിന്മകളും അതിന്റെ കുറ്റങ്ങളും അതുണ്ടാക്കുന്ന ഏറ്റവും വലിയ കോൺസിക്വൻസുകളുമാണ് ഏറ്റവും പ്രധാനമെന്ന് ഖുർആൻ തന്നെ കാണാൻ സാധിക്കുകയാണ്. രണ്ടാമതായിട്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിമാർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള മക്കയിലെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വിഷയം, ഈ മദ്യം എന്നത് നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. മദ്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കാൻ വരരുത് എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ലാ തഖറബു സ്വലാത്ത വഅൻതും സുകാറ. നിങ്ങൾ മദ്യലഹരിയിലായിരിക്കെ നിങ്ങൾ നമസ്കരിക്കാൻ വരരുത്. അപ്പൊ അന്ന് മദ്യം അവിടെ ഉണ്ടായിരുന്നു. നമസ്കരിക്കാൻ പോലും ആളുകൾ മദ്യം ഉപയോഗിച്ചിട്ട് വരുമായിരുന്നു. അപ്പൊ റസൂൽ രണ്ടാമതായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വരരുത്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ഒഴിവാക്കപ്പെടേണ്ട എന്തോ ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ നമസ്കരിക്കുമ്പോൾ മദ്യം ഉപയോഗിക്കരുതെന്ന് പറയില്ലല്ലോ. ആ ബോധം അവരിലേക്ക് പതിയെ ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു ഭാഗികമായ നിരോധനം അവിടെ വരികയാണ്. മൂന്നാമതായിക്കൊണ്ടാണ് അതിന്റെ തേർഡ് ഫേസ് എന്നോണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലൂടെ ഒരു ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാം. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഖംർ അഥവാ മദ്യം, വൽ മൈസിർ ചൂതാട്ടം, വൽ അൻസ്വാബ് ബലിപീഠങ്ങൾ അല്ലെങ്കിൽ പ്രതിഷ്ഠകൾ, വൽ അസ്ലാം അമ്പുകോലുകൾ. ഇതൊക്കെ ശിർക്കിന്റെ വശങ്ങളാണ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഹറാമാണ്. ഇതെല്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ, ശൈത്വാന്റെ അമലുകളിൽപ്പെട്ട, ശൈത്വാന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങളാണ്. ഫജ്തനിബൂ, നിങ്ങളത് ഒഴിവാക്കുക, നിങ്ങളത് വർജിക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി മാറണമെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കുക എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ അവിടെയുള്ള സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഘട്ടം ഘട്ടമായി നിങ്ങളത് പൂർണ്ണമായും ഈ 4 കാര്യങ്ങളും വെടിയണം എന്നുള്ള കാര്യം അങ്ങനെ ഏറ്റവും ഒടുവിൽ അവർക്ക് ബോധം ലഭിക്കുകയാണ്. ഈ ചിന്ത ലഭിച്ചത് മുതൽ അവിടെയുള്ള സ്വഹാബിമാരൊക്കെ പൂർണ്ണമായിട്ടും മാറാൻ ശ്രമിച്ചു. നമുക്കത് കാണാൻ സാധിക്കും ചരിത്രത്തിൽ. യഥാർത്ഥത്തിൽ ഇത്തരം മദ്യമാകട്ടെ ലഹരി വസ്തുക്കളാവട്ടെ ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന കാര്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആസ്വാദനങ്ങൾ, ഇത് ഉപയോഗിക്കുന്ന ആളുകൾ പറയുന്നത് ഭയങ്കര ആസ്വാദനം കിട്ടുന്നുണ്ടെന്നാണല്ലോ. ഈ ആസ്വാദനങ്ങൾ ഒഴിവാക്കണം എന്ന് പറയാനുള്ള അടിസ്ഥാന കാരണം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന് അവന്റെ മതത്തെ, അവന്റെ ശരീരത്തെ, അവന്റെ ബുദ്ധിയെ, അവന്റെ സന്താനങ്ങളെ, അവന്റെ ധനത്തെ, ഈ 5 കാര്യങ്ങൾ അവൻ സംരക്ഷിക്കുന്നതിലൂടെയാണ് അവൻ നന്മകളിലേക്ക് അവൻ എത്തുക എന്ന് ഹിഫാദത്തുൻ നഫ്സ്, അഖൽ എന്ന് തുടങ്ങിയ 5 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് കർമ്മശാസ്ത്രത്തിൽ കാണാൻ കഴിയും. ഈ 5 കാര്യങ്ങളിൽ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ് ഈ ലഹരി വസ്തുക്കൾ. മദ്യമാവട്ടെ ഏത് ലഹരിയാവട്ടെ ഈ 5 കാര്യങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഖുർആൻ തന്നെ കാണാൻ സാധിക്കും. ഈ ഓതപ്പെട്ട ആയത്തിൽ തൊട്ടടുത്ത ആയത്തിൽ ഇന്നമാ യുരീദു ശൈത്വാനു അയ്യുഖിഅ ബൈനകും അൽ അദാവതി വൽ ബഗ്ദാഇ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദന്നകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ. വളരെ പ്രബലമായ നാം നിരന്തരം കേൾക്കുന്ന ഒരു ആയത്താണിത്. ഇന്നമാ യുരീദു ശൈത്വാൻ, തീർച്ചയായും ശൈത്വാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ് ശൈത്താൻ ആഗ്രഹിക്കുന്നത്. എന്തിലൂടെ? ഫിൽ ഖംറി വൽ മൈസർ, മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും ഒക്കെ നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവുമാണ് ശൈത്താൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. വയസുദ്ദന്നക്കും, നിങ്ങളെ തടയാണ്. എന്തിൽ നിന്ന്? അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന്, അതുപോലെ നമസ്കാരത്തിൽ നിന്ന് നിങ്ങൾ തടയാണ് ഇതിലൂടെ. ശേഷം അള്ളാഹു പറയുന്നുണ്ട് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാവാൻ, മാറി നിൽക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പൊ മനുഷ്യർക്കിടയിൽ ശത്രുതയും പകയും മാത്രം ഉണ്ടാക്കുന്ന ഒന്നാണ് ലഹരി വസ്തുക്കൾ, നമുക്കറിയാം. അതുപോലെ കുടുംബങ്ങളെ തമ്മിൽ ശിഥിലമാക്കുന്ന, എല്ലാ ബന്ധങ്ങളെയും മുറിച്ചു കളയുന്ന ഒന്നാണ് ഈ ലഹരി വസ്തുക്കൾ. സാമ്പത്തികമായ ഒരുപാട് നഷ്ടങ്ങൾ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ യാതൊരു സ്വീകാര്യതയും ഇല്ലാത്ത, എല്ലാവരും സഹികെട്ട് ക്ഷമ കെട്ടുകൊണ്ട് അയാളെ കൊണ്ടു നടക്കുന്ന ഒരവസ്ഥ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്നത് മദ്യമാണ്, ആ മദ്യമെല്ലാം നിങ്ങൾക്ക് ഹറാമാണെന്നുള്ള കാര്യം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ഒരു വാർത്ത അറിഞ്ഞതിൽ പിന്നെ അവിടെ ഉണ്ടായിരുന്ന സ്വഹാബിമാരിൽ ചില ആളുകളൊക്കെ അവർ ഈ മദ്യം ഉപയോഗിക്കാതെ വിൽക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു.
ചില സ്വഹാബിമാർ പറയാണ്, ഈ വാർത്ത, ഈ ഖുർആൻ ആയത്ത് അവതരിച്ചു എന്ന വാർത്ത ഞങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഒഴിച്ചുകൊണ്ടിരുന്ന ആ മദ്യത്തിന്റെ കുപ്പി ഉണ്ടല്ലോ, അതങ്ങോട്ട് കമഴ്ത്തിക്കളയാൻ ഞാൻ തയ്യാറായി എന്നുള്ളതാണ്. ആ ആയത്ത് അവതരിച്ച അതിനുശേഷം പിന്നെ മക്കയിലുള്ള അവിടെയുള്ള സ്ട്രീറ്റുകളിലൊക്കെ, തെരുവുകളിലൊക്കെ മദ്യത്തിന്റെ പുഴ ഒഴുകുമായിരുന്നു. അവരുടെ വീട്ടിൽ അവർ പിന്നെ ശേഖരിച്ചു വെച്ച, അവർ കളക്ട് ചെയ്ത് വെച്ച ആ മദ്യത്തിന്റെ കോപ്പുകളെല്ലാം ഒഴുക്കി കളയുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഒരു കാര്യത്തിൽ ഹറാമും ഹലാലും വിധി വന്നു കഴിഞ്ഞാൽ അവരങ്ങനെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഒരു കാര്യം ഹറാമാണോ എങ്കിൽ എനിക്കത് വേണ്ട, മദ്യം, ലഹരി ഹറാമാണോ, ഞാനത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ തയ്യാറാണെന്ന് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. അത്തരം ആളുകൾ, ഇത് ഉപയോഗിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ലാ യദ്ഖുലുൽ ജന്ന എന്ന് അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കാൻ മാത്രം കൊടിയ പാപമാണ്. മാത്രമല്ല സകല മ്ലേച്ഛവൃത്തികളുടെയും മാതാവാണ് ഇത്തരത്തിലുള്ള മദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതെല്ലാം നിലയ്ക്ക് നോക്കുകയാണെങ്കിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉള്ള അതിന്റെ ഓരോരോ സൈഡ് എഫക്റ്റുകൾ, ഓരോ അവയവങ്ങൾക്കും ക്യാൻസർ വരെ ബാധിക്കാവുന്ന രൂപത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ നിലയ്ക്കും നമുക്ക് ഡേഞ്ചേഴ്സ് മാത്രം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഈ ലഹരി വസ്തുക്കൾ. എന്നാൽ ഇപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ പല ന്യായങ്ങളാണ്. എപ്പോഴെങ്കിലൊക്കെ അല്ലേ, വല്ലപ്പോഴും അല്ലേ. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും മരിക്കേണ്ട ആളുകളാണ്, മരിച്ച് ഖബറിൽ പോയി കിടക്കേണ്ട ആളുകളാണ്. അവർ നമ്മൾ ചെയ്യുന്ന അമലുകൾ മാത്രം കൂടെ ഉണ്ടാവുന്ന, അല്ലാതെ മറ്റൊന്നും നമുക്ക് കൂട്ടായി ഉണ്ടാവാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. അവിടെ നമുക്ക് അള്ളാഹുവിന്റെ ഒരു കൽപ്പന പ്രസ്താവ്യമായി വ്യക്തമായി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ ന്യായങ്ങളില്ല, പിന്നെ അതിൽ മറുചോദ്യങ്ങളില്ല. പിന്നെ എന്തപ്പത് അങ്ങനെ എന്നൊരു ചോദ്യം നമുക്ക് ആർക്കും ഇല്ല. അത് ഹറാമാണോ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അത് ഏറ്റവും വലിയ MDMA പോലത്തെ പുതിയ സിന്തറ്റിക് ഡ്രഗുകളാണെങ്കിലും, അതല്ല ചെറിയ ചെറിയ പാക്കറ്റിലുള്ള സാധനങ്ങളാണെങ്കിലും ഒക്കെ അത് ഹറാമിന്റെ ഗണത്തിൽ പെടുന്നതാണോ, നമുക്കത് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതിനുള്ള പരിഹാരങ്ങൾ എന്നത്, ഇതിനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക. ഒരു ലഹരി വസ്തു നമ്മളിലേക്ക് വരാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ, നമ്മളല്ല, നമ്മുടെ മക്കളല്ല, നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഏറ്റവും ആത്യന്തികമായി വേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം നിരോധിച്ച സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കൽപ്പനയുണ്ട്. നിങ്ങൾ ആ നിരോധിച്ച ഈ മദ്യങ്ങൾ ഉണ്ടല്ലോ, അത് ശേഖരിച്ചു വെച്ച, അത് കളക്ട് ചെയ്ത ആ പാത്രങ്ങൾ കൂടി നിങ്ങൾ ഒഴിവാക്കുക, അത് നശിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. കാരണം ആ പാത്രങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നരുത് ഇതിവിടെ ഉണ്ടായിരുന്നല്ലോ. ആ തോന്നൽ പോലും ഒഴിവാക്കാൻ വേണ്ടി അത് ഒഴിവാക്കാനാണ്, അത് നശിപ്പിച്ചു കളയാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് തന്നെ സാഹചര്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം. ചില ആളുകളൊക്കെ ഈ പറഞ്ഞ ന്യായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വല്ലപ്പോഴും അല്ലേ, എപ്പോഴും അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തുടങ്ങും. ആ തുടക്കമായിരിക്കും പലപ്പോഴും പിന്നീട് അവരുടെ അവസാനത്തിലേക്ക് തന്നെ, അവരുടെ ഒടുക്കത്തിലേക്ക് തന്നെ, അവരുടെ മരണത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് ചെറുതല്ലേ എന്ന് പറഞ്ഞ തുടക്കം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, മോശം കൂട്ടുകെട്ട് ഉണ്ടാവാൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൂട്ടുകാരൻ എന്നത് അത് അവൻ വിശ്വാസയോഗ്യനായ മുസ്ലിമായ ഒരു വ്യക്തിയായിരിക്കണം അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അതല്ലാതെ ഇതെല്ലാം ന്യായമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ഒരു ചങ്ങാതികളുടെ വലയത്തിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അത്തരം ഒരു സദസ്സുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോവാൻ പാടില്ല. മദ്യം വിളമ്പുന്ന ഒരു കല്യാണമാണോ, ഒരു സദസ്സാണോ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ വളരെ മാന്യമായി പറയാം, ഇതിൽ മദ്യം ഉണ്ടല്ലോ, ഇതിൽ ലഹരി ഉണ്ടല്ലോ, ഞാൻ അതിലേക്ക് വരില്ല, എനിക്കത് പാടില്ലാത്ത കാര്യമാണെന്ന് വളരെ സ്നേഹപൂർവ്വം പറഞ്ഞു കൊടുക്കുക. അവർക്കത് മനസ്സിലാവും. അത്തരം മോശം കൂട്ടുകെട്ട് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. മറ്റൊന്ന്, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ശിക്ഷകളുടെ ഒരു ഗൗരവമാണ്. ലാ യദ്ഖുലുൽ ജന്ന എന്ന് പറഞ്ഞാൽ പിന്നെ അതിലും വരെ എന്താ സഹോദരങ്ങളെ, സ്വർഗം അവർക്ക് നിഷിദ്ധമാക്കപ്പെട്ട ഒരു കൂട്ടമാണ് ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവത്തെ പറഞ്ഞ് പഠിപ്പിക്കാൻ നമുക്ക് തയ്യാറാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതൊരു തിന്മയാണല്ലോ. ഈ തിന്മയെ നമ്മൾ ഏറ്റവും പ്രധാനമായും കൈകൊണ്ട് എതിർക്കുക എന്നുള്ളതാണ്. കൈകൊണ്ട് എതിർക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് എതിർക്കുക, സംസാരിച്ചുകൊണ്ടെങ്കിലും എതിർക്കുക. അതിനും കഴിയുന്നില്ല എങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അതിനെ വെറുക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു തിന്മയായിരിക്കെ ഈ തിന്മയ്ക്കെതിരെയുള്ള എന്തെല്ലാം നീക്കങ്ങളുണ്ടോ, അത് സർക്കാർ തലത്തിലാവട്ടെ, ഗവൺമെന്റ് തലത്തിലാവട്ടെ, അല്ലാത്ത നിലയ്ക്കാവട്ടെ, എല്ലാവരുടെയും നമ്മളും അതിന്റെ ഭാഗമാവണം. ലഹരിക്കെതിരെയുള്ള ഈ യജ്ഞത്തിൽ നമ്മൾ ഒന്നിച്ച് പങ്കാളികളാവാൻ കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മതപരമായ ചിട്ട കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇസ്ലാമികമായ ഒരു ചിട്ട, ഒരു ക്രമം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കൾക്കിടയിലുമൊക്കെ കൊണ്ടുവരാൻ സാധിച്ചാൽ, ഒരു ഖുർആൻ ക്ലാസ് ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ നമ്മൾ പങ്കെടുക്കുന്ന, നമ്മുടെ കുടുംബം ഒന്നിച്ച് പങ്കെടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ, ആ ഒരു ചിട്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാവും. നമ്മുടെ മക്കൾക്ക് അവരുടെ ഏറ്റവും നല്ല സുഹൃത്ത്, ഏറ്റവും നല്ല കൂട്ടുകാർ മദ്രസയിലെ കൂട്ടുകാരായിരിക്കണം. മദ്രസയായിരിക്കണം അവർക്ക് എപ്പോഴും മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം. അങ്ങനെ ഇസ്ലാമികമായ ചിട്ട കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് പുതിയ തലമുറയാണല്ലോ ഈ ഒരു പ്രശ്നത്തിൽ ഏറ്റവും അധികം ഭാഗമാകുന്നത്, വലിയ ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ചില രക്ഷിതാക്കളൊക്കെ ചിന്തിക്കുന്നത്, എന്റെ കുട്ടി എന്നതിൽ ഒരിക്കലും ഉണ്ടാവില്ല,
എൻ്റെ കുട്ടിയെ അത്രയും വളരെ സ്നേഹത്തോടെ ഞാൻ വളർത്തുന്നത്, നല്ല മതപരമായ അന്തരീക്ഷം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ചില രക്ഷിതാക്കൾ പറയും. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികൾ ഏറ്റവും നല്ല കുട്ടികളാണ്, നല്ല മക്കളാണ്. പക്ഷെ പുറത്തുള്ള സാഹചര്യം അവരൊക്കെ ട്രാപ്പിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പുറത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ബോധപൂർവ്വം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കളുടെ സ്കൂള്, അവരുടെ ട്യൂഷൻ, അവരുടെ സമയം, രാവിലെ എപ്പോഴാണ് പോകുന്നത്, വൈകിട്ട് എപ്പോഴാണ് തിരിച്ചു വരുന്നത്, ആ സമയത്തെ പറ്റി ധാരണ നമുക്ക് ഉണ്ടാവണം. അല്ലാതെ എപ്പോഴെങ്കിലുമൊക്കെ പോയി എപ്പോഴെങ്കിലൊക്കെ വരുന്നൊരവസ്ഥ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. മറ്റൊന്ന്, അവരുടെ കയ്യിലുള്ള പോക്കറ്റ് മണി, അനാവശ്യമായ പൈസ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമില്ല. പോക്കറ്റ് മണി ആവശ്യത്തിന് നമുക്ക് കൊടുക്കാം. അതല്ലാതെ അതിലൊരു ധൂർത്ത് കാണിക്കുന്ന കുറച്ചധികം പൈസ എപ്പോഴും കുട്ടികളുടെ കയ്യിൽ അനാവശ്യമായി വെക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മക്കളുടെ അധ്യാപകരുമായി, അവരുടെ ടീച്ചേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപരിചിതരായി, സ്ട്രേഞ്ചേഴ്സായ ആളുകൾ നമ്മുടെ കുട്ടികളുമായി സംസാരിക്കുന്നുണ്ടോ, ഇടപഴകുന്നുണ്ടോ നമ്മൾ അറിയണം. ഒരു അപരിചിതനായ ആളാണെങ്കിൽ ആരാണെന്ന് ചോദിച്ചറിയാനുള്ള ഒരു സ്പേസ് നമുക്ക് ഉണ്ടാവണം. അതോടൊപ്പം നമ്മുടെ കുട്ടി ചെറിയ മക്കളായിരിക്കും. അവർ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടാവും. രാവിലെ സ്കൂളിൽ പോയത് മുതൽ വൈകുന്നേരം വരുന്നത് വരെയുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. അതൊക്കെ കേൾക്കാനുള്ള ഒരു സമയവും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതല്ലാതെ ഉപ്പയും ഉമ്മ എന്നാൽ അവരവരുടെ ഫോണിൽ വീട്ടിൽ പോയിരുന്നാൽ ഫോൺ ഇങ്ങനെ നോക്കിയിരിക്കുന്ന, മക്കളോടൊന്നും സംസാരിക്കാൻ സമയമേ കാണാത്ത ആളുകളായി മാറാൻ പാടില്ല. അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും കേൾക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ മാതൃകയാവണം. രക്ഷിതാക്കൾ മക്കൾക്ക് മാതൃകയാവണം. എല്ലാ സുബഹി നമസ്കാരത്തിനും ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പയുടെ കൈ പിടിച്ചു വരുന്നൊരു മകനുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ പക്ഷെ എങ്ങടായി പോണത്, പള്ളിക്കാണോ, ഞാൻ വരാം എന്ന് പറയുന്ന മക്കളായി മാറാൻ നമ്മൾ ആദ്യം മാതൃകയാവണം. നമ്മൾ ഖുർആൻ തുറന്ന് പാരായണം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ റമദാൻ കഴിഞ്ഞോടുകൂടി ആ ഷെൽഫിനകത്താണ് ഖുർആനെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാർ. നമ്മൾ കുട്ടികളോട് തന്നെ പറയാം, ആ ഖുർആൻ ഓതെന്ന് പറയാം, നമ്മൾ ഓതാതിരിക്കുക. അതൊരിക്കലും ചേർന്ന രീതിയല്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും മാതൃകയായി കുട്ടികൾ നമ്മളെ കണ്ടു വളരുന്നൊരവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, റബ്ബനാ ഹബ് മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, എനിക്ക് എന്റെ മക്കളിലും ഭാര്യമാരിലും ഒക്കെ കൺകുളിർമ പ്രദാനം ചെയ്യണമെന്ന പ്രാർത്ഥന. ശേഷം അവിടെ നിന്നില്ല, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ സമുദായത്തിലെ മുത്തഖീങ്ങളായ ആളുകൾക്ക് ഇമാമായി എന്റെ മകനെ മാറ്റണേ, ഇമാമായി എന്റെ മകളെ മാറ്റണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിലാണ് ഈ പറയപ്പെട്ട എല്ലാ തിന്മകളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ കഴിയുക, നമ്മുടെ മക്കളെയും കുടുംബത്തെയും മാറ്റി നിർത്താൻ കഴിയുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സകല തിന്മകളിൽ നിന്നും മാറി നിൽക്കാനുള്ള വലിയ ശ്രദ്ധയും ജാഗ്രതയും നമ്മുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നാണ് സൂചിപ്പിച്ചുകൊണ്ടത്. ഇന്ന് നമ്മളെല്ലാവരും നോമ്പുള്ളവരാണ്. ഇന്നലെയും ഇന്നുമായി മുഹറം 9-ലെയും 10-ലെയും നോമ്പ് വളരെ ശ്രദ്ധാപൂർവം നേടിയ അതിൻ്റെ പുണ്യങ്ങളെല്ലാം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഇന്നത്തെ നോമ്പിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ആശൂറ നോമ്പിൻ്റെ പ്രത്യേകതയായിക്കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന കാര്യം, കഴിഞ്ഞ ഒരു വർഷത്തെ ചെറുപാപങ്ങളെല്ലാം പൊറുക്കാൻ ഈ നോമ്പ് കാരണമാകുമെന്നതാണ്. തീർച്ചയായും ആ ഒരു പ്രതീക്ഷയിൽ നമ്മുടെ കഴിഞ്ഞൊരു വർഷക്കാലത്തെ പാപങ്ങളെല്ലാം പൊറുക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ നോമ്പ് പ്രസക്തമാകുന്നത്? നമുക്കറിയാം, ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ഒരു ദിവസത്തെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിഫലം തേടിയിരുന്ന, പുണ്യങ്ങൾ ആഗ്രഹിച്ചിരുന്ന മറ്റൊരു ദിവസത്തെയും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മുഹറം 10 പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഫലം ആഗ്രഹിച്ച മറ്റൊരു ദിവസവും ഞാൻ റസൂലിൽ കണ്ടിട്ടില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്രമേൽ പ്രാധാന്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 ഇന്ന് നമ്മളെല്ലാവരും അനുഷ്ഠിക്കുന്ന ഈ നോമ്പിന് വേണ്ടി പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ പ്രാധാന്യമുള്ളത്? നമുക്കറിയാം, മൂസ അലൈഹിസ്സലാം ബനു ഇസ്രായേൽ ജനതയുമായിട്ട് അവർ നേടിയ വിജയം ഈ ദിവസത്തിലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരികയാണ്. മദീനയിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള ജൂതന്മാർ ഇന്നേ ദിവസം നോമ്പ് നോൽക്കുന്നത് കണ്ടു. ആ നോമ്പ് നോൽക്കുന്നവർ കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചവരോട്, നിങ്ങൾ എന്തുകൊണ്ടാണ് നോമ്പ് നോൽക്കുന്നത്? പറഞ്ഞു, ബനു ഇസ്രായേലിലെ ആളുകൾ അവരുടെ ശത്രുവിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഈ മുഹറം 10 എന്നത്. അതുകൊണ്ട് അതിനൊരു നന്ദി സൂചകമായിട്ടാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് എന്ന് ജൂതന്മാർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഅന അഹഖു ബിമൂസ മിൻകും, മൂസ അലൈഹി മൂസയെ കുറിച്ച് നിങ്ങളെക്കാൾ അവരുമായി ഏറ്റവും നല്ല ബന്ധമുള്ളത് എനിക്കാണ്, ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പ് തുടർന്നു കൊണ്ടുപോവാണ്. മുഹറം 10 നോമ്പ് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടുത്തൊരു വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അടുത്ത മുഹറം 9 കൂടി അല്ലെങ്കിൽ ഒരു ദിവസം കൂടി ഞാൻ അതിന് കൂടെ നോമ്പ് നോൽക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെയും ഇന്നും നോമ്പെടുത്തത്.
പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് എന്നത്, ഇത്തരത്തിലുള്ള സുന്നത്തുകൾ എന്നത് അത് ജീവിതത്തിലുടനീളം നമുക്ക് ഉണ്ടാവേണ്ട കാര്യമാണ്. സുന്നത്ത് നോമ്പുകൾ എന്നത് കേവലം ഒരു സുന്നത്തല്ലല്ലോ. തലച്ചു ഒരു നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും റമദാനിലെ 30 നോമ്പുകൾ അല്ലെങ്കിൽ 29 നോമ്പുകൾ നോറ്റ ആളുകളാണ്. ഏതെങ്കിലും ഒരു നോമ്പ് നോക്കുന്ന വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഅദല്ലാഹു വജ്ഹുഹു അനിൻ നാരി 70 ഖരീഫ, നമ്മുടെ മുഖത്തെ 70,000 വർഷങ്ങൾ നരകത്തിൽ നിന്നും അകറ്റുന്ന ഒന്നാണ് നോമ്പ്. അത്രയും പ്രാധാന്യമുള്ള ഓരോ നോമ്പുകൾ നമ്മൾ നോൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് കേവലം ഒരു പട്ടിണിയല്ല. എന്താ അത് വൈകുന്നേരം ആവാത്തത്, ഉച്ചവരെ എങ്ങനെയൊക്കെ പിടിച്ചു നിന്നു, ഈ വൈകുന്നേരം ആയില്ലെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും, എന്നാണെങ്കിൽ ഈ ഒരു മഴ പെയ്യുന്നത് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശങ്കപ്പെടുന്ന ആളുകളുണ്ട്. നമ്മൾ നോമ്പിന് ആ ഒരു നിയ്യത്തല്ല ഉണ്ടാവേണ്ടത്. ഈ നോമ്പിൽ നമുക്കുണ്ടാവേണ്ട ചിന്ത, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണം. കഴിഞ്ഞൊരു വർഷക്കാലത്തെ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ നമ്മുടെ നിയ്യത്ത് കറക്റ്റ് ആവണം. നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ കാര്യങ്ങൾ ഉണ്ടാവണം. ഇന്ന് രാവിലെ, ഇന്ന് ജുമാ വരെ നമ്മൾ എത്രത്തോളം അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ നമുക്ക് സാധിച്ചു? ഇത്രമേൽ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ എത്രത്തോളം നമുക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കുറഞ്ഞ സമയം മാറിയിരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്? പ്രിയപ്പെട്ട, സമയം നമ്മൾ കാണണം. ജോലിയാണ്, തിരക്കാണ്, പ്രയാസങ്ങളാണ്, എല്ലാവർക്കും തിരക്കുകൾ ഉണ്ടാവും. അതിനിടയിൽ സമയം കണ്ട് മാറ്റിവെച്ച് സ്വന്തത്തിന് വേണ്ടി, നമ്മുടെ ഖബറിലേക്ക് വേണ്ടി, നമ്മുടെ മരണത്തിന് ശേഷമുള്ള ആഖിറത്തിന് വേണ്ടി സ്വന്തമായി പ്രാർത്ഥിച്ചാലേ, മാറിയിരുന്നാലേ അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവൂ എന്ന് തിരിച്ചറിയാനുള്ള ശ്രദ്ധ കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ ഈ മുഹറം മാസത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ആ വിദ്യാർത്ഥികൾ ഒന്നും നമ്മുടെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇന്നത്തെ ദിവസം മുഹറം 10 ആശൂറ ദിനത്തിൽ നമുക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇന്ന് സുന്നത്താക്കപ്പെട്ടത് ഈ നോമ്പ് മാത്രമാണ്. ഈ നോമ്പിൽ തന്നെ പ്രത്യേകമായ ഒരു പ്രാർത്ഥനയും നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ നോമ്പ് നോൽക്കുക എന്നതും അതിന്റെ പുണ്യങ്ങളും ശ്രേഷ്ഠതകളുമാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ, എവിടെയാണോ ആ വര വരച്ചത്, എവിടെയാണോ ബൗണ്ടറി പറഞ്ഞത്, ആ ബൗണ്ടറിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മോട് കൽപ്പിച്ച എല്ലാ കൽപ്പനകളും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താനും ഒരു 100% എത്തിക്കാനും നമുക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. സുന്നത്തുകളെ വീണ്ടും വീണ്ടും ജീവിപ്പിക്കാൻ, നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടു നടക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതല്ലാതെ എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു ജാഗ്രതയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നോമ്പ് അത് പൂർണ്ണാർത്ഥത്തിൽ നമ്മിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, മുൻഗാമികൾ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി നമ്മളെയും അവരെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാത്തരം കെണികളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഒക്കെ അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ അധികം ആളുകൾ, അവർക്കെല്ലാം അള്ളാഹു ഉദവിയും തുറവിയും സ്വാതന്ത്ര്യവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.